റീലുകൾ കണ്ട് യാതൊരു സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ എത്തുന്നവരുടെ എണ്ണം ദിനംപ്രതി കൂടുകയാണ്. ഇന്നലെ പാലക്കാട് ചിറ്റൂർ ആലാങ്കടവ് പുഴയിൽ വിദ്യാർത്ഥികൾ അപകടത്തിൽപ്പെടുകയുണ്ടായി. തമിഴ്നാട്ടിൽ നിന്ന് എത്തിയ 2 പേരാണ് പുഴയുടെ നടുവിലെ തുരുത്തിൽ കുടുങ്ങിയത്. ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ വടം കെട്ടി കരക്കെത്തിച്ചത്. തൊട്ടടുത്തുള്ള കള്ളുഷാപ്പുമായി ബന്ധപ്പെട്ട റീലുകൾ കണ്ട് സ്ഥലം സന്ദർശിക്കാൻ എത്തുന്നവരാണ് മിക്കവരും. ചിറ്റൂർ പുഴയിലൂടെ അനിയന്ത്രിതമായ അളവിൽ വെള്ളം ഒഴുകി വരുന്നതിനാൽ പൊതുജനങ്ങൾ കുളിക്കുവാനോ മറ്റ് ആവശ്യങ്ങൾക്കോ പുഴയിലിറങ്ങുവാൻ പാടില്ലെന്നറിയിക്കുന്നു സെക്രട്ടറി നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്ത്. നല്ലേപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ അറിയിപ്പാണിത്. പക്ഷേ ഇത് മറികടന്നും ആലാങ്കടവ് ചിറ്റൂർ പുഴയിലേക്ക് നിരവധി ആളുകളാണ് നിയമം ലംഘിച്ച് എത്തുന്നത്. ഇത് തടഞ്ഞേ മതിയാകൂ. ചിറ്റൂർ ആലാങ്കടവിലെ കള്ളുഷാപ്പിൽ കയറി കുടിച്ചും കഴിച്ചും കഴിഞ്ഞ മിക്കവരും ഇതുപോലെ പുഴയിലിറങ്ങുകയാണ്. പഞ്ചായത്തിന്റെ നിർദ്ദേശം മറികടന്നാണ് അപകടകരമായ ഈ വിനോദം. ഇന്നലെ മദ്യപിച്ചിട്ടായിരുന്നു. ഷാപ്പാണ് ഏറ്റവും വലിയ പ്രശ്നം. മദ്യപിച്ചിട്ട് ഇവിടെ കുളിക്കാനായിട്ട് വരിക. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ നേരെ തിരിയും. കാരണം കുറേ പേരുണ്ടല്ലോ അവർ. നമ്മളെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വഴക്കിന് വരുന്നത്. ചിറ്റൂർ പുഴയിൽ ഇപ്പോൾ നീരൊഴുക്ക് നന്നായി വർദ്ധിച്ചിട്ടുണ്ട്. നാട്ടുകാരോ പോലീസോ പറഞ്ഞാലും തമിഴ്നാട്ടിൽ നിന്നടക്കം എത്തുന്ന സഞ്ചാരികൾ ഇത് അനുസരിക്കാറില്ല. പക്ഷെ ഇവര് ഫുള്ളായിട്ട് ഇവിടെ വരുന്നത്, ഇവിടെ ആലാങ്കട ഒരു ഷാപ്പുണ്ട്, അവിടെ നേരം ഫുള്ളായിട്ട് മദ്യപിക്കുക, നേരെ വന്ന് പുഴയിൽ ഇറങ്ങുക. നമ്മൾ വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവർ എന്ത് പറഞ്ഞാലും നമ്മുടെ മെക്കിട്ട് കയറിയിട്ടാണ് വരുന്നത്. പോലീസിന് കുറേ ഇൻഫോം ചെയ്തിട്ട് അവർ നമ്മൾ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരിപ്പോഴാണ് വന്ന് റെസ്പോണ്ടിങ് ഒക്കെ ചെയ്തത്. മാസങ്ങൾക്ക് മുൻപും ചിറ്റൂർ പുഴയുടെ നടുവിലെ തുരുത്തിൽ 2 പേർ കുടുങ്ങിയിരുന്നു. അന്നും ഫയർഫോഴ്സ് എത്തിയാണ് ഇവരെ രക്ഷിച്ചത്. മിക്കവരും ബ്ലോഗർമാരുടെ വീഡിയോ കണ്ടും ഷാപ്പും പുഴയും വൈബ് ആസ്വദിക്കാനെത്തുന്നവരാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതോ പുഴയിലിറങ്ങി കുളിക്കുന്നതോ ഒന്നും ആരും എതിർക്കുന്നില്ല. പക്ഷേ വെള്ളം കൂടുതലുള്ളപ്പോൾ അപകടകരമായ ഈ വിനോദം തടഞ്ഞേ മതിയാകൂ. അതായത് ഇപ്പോൾ മൊത്തം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത്, അത് ഷാപ്പും ഇതുമായിട്ടാണ് അവർ മൊത്തത്തിൽ ഈ ഷാപ്പിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവർ ഇവിടെ വരുന്നത്. റീൽസ് കാര്യങ്ങളൊക്കെ ഇട്ട് അവർ ഷാപ്പ് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട റീൽസിൽ അവരിവിടെ വരുമ്പോൾ ഇവിടെ പുഴ ഭയങ്കര അവർക്ക് കാണുമ്പോൾ, അതായത് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നവർക്ക് പുഴയും ഭയങ്കര വെള്ളവും ഇതൊക്കെ അവർക്കൊരു പുതുമയാണ്. അപ്പോൾ അവർ വരുമ്പോൾ അവർക്കിത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാനായിട്ടായിട്ട് വരുന്നത്. അത് നമ്മളിവിടെ ഈ സാധാരണക്കാരന് ഇവിടെ ഇരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാക്കി മാറ്റിയിട്ടുണ്ട് അവർ. റീൽസ് അല്ല റിയലായ ചിറ്റൂർ പുഴയാണ് ക്യാമറമാൻ രാജീവ് സുദേവ് കാണിച്ചു വരുന്നത്. അപകടം പതിയിരിക്കുന്നുണ്ട്. ജാഗ്രത. രാജീവ് സുദേവിനൊപ്പം ശ്രീകുമാരൻ, 24 പാലക്കാട്. പൊതുജനം കഴുതയല്ല സാർ.